ആ ശരി, വരുമ്പോ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി. ദാറ്റ് ഇസ് ഫൈൻ. ഓക്കെ. അന്ന് സ്ഫോടനം നടന്നതിന് മുമ്പ് ആരോ ഫോണിൽ വിളിച്ച് വാൺ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. യെസ്. ശബ്ദം പുരുഷന്റേതായിരുന്നോ അതോ സ്ത്രീയുടെയോ? സോറി, ഒരു ഓർമ്മയും കിട്ടുന്നില്ല. ആ കോണിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒരു മുന്നറിയിപ്പാണോ അതോ ഒരു വെല്ലുവിളിയോ? ശബ്ദം സ്ത്രീയുടേതായിരുന്നെങ്കിൽ ഐ ഡൗട്ട് ഇറ്റ്. ഒരു പ്രൊഫഷണൽ അസാസിൻ ഒരിക്കലും അങ്ങനെ ഒരു റിസ്ക് എടുക്കില്ല, പ്രത്യേകിച്ചും ഒരു ലേഡി കില്ലർ. പുരുഷ ശബ്ദമാണെങ്കിൽ അതാരായിരിക്കും? ഒരു പോസിബിലിറ്റി ഉള്ളത്, സപ്പോസ് 4 or 5 പേർ ചേർന്ന് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നു. എന്തുകൊണ്ടോ അതിലൊരാൾക്ക് അതിനോട് വിയോജിപ്പുണ്ടായി. എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് തുറന്നു പറയാനുള്ള ധൈര്യവും ഇല്ല. അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ വാൺ ചെയ്തു വന്നിരിക്കാം, ഒരു നാശം ഒഴിവാക്കാൻ വേണ്ടി, അല്ലേ? സംഭവിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അന്ന് നടന്ന സ്ഫോടനം ആദ്യത്തെ മർഡർ അറ്റംപ്റ്റ് തന്നെയാണോ? കാരണം അതിന് പിന്നിൽ അതിവിദഗ്ധമായ പ്ലാനിങ്ങും സൂക്ഷ്മതയുണ്ട്. ഐ സസ്പെക്ട് a rehearsal. You mean a dry run? Yes. മിസ്റ്റർ മാധവൻ പങ്കെടുത്ത എല്ലാ മീറ്റിംഗുകളുടെയും ഫോട്ടോഗ്രാഫ്സ് എനിക്ക് കിട്ടണം, പൊളിറ്റിക്കൽ ആൻഡ് നോൺ പൊളിറ്റിക്കൽ. സർ, പബ്ലിക് റിലേഷൻസ് അന്വേഷിച്ചാൽ കിട്ടും. ഇലക്ഷൻ മീറ്റിംഗിന്റെ പത്രങ്ങളിൽ നിന്നും കിട്ടും. സർ. ആ ലേഡി അസാസിനെ വാടകയ്ക്ക് എടുത്ത് ആരായിരിക്കും? എനി സസ്പെക്ട്? അങ്ങനെ വ്യക്തമായി പറയാവുന്ന തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ബൈ ഇലക്ഷനിൽ സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുമെന്ന്, അതുപോലെ കാശ് കൊടുത്ത് വോട്ടർമാരെ വശീകരിക്കാൻ ശ്രമിക്കുമെന്ന്. വ്യക്തമായ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പോലീസിന് അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതുപോലെ ആ കില്ലറെ തേടിയുള്ള അന്വേഷണത്തിലും ഒരു ഫലവും കണ്ടില്ല. ഹലോ, വെയിറ്റ് ചെയ്യുന്നുണ്ടോ? വരാൻ പറയും. സാർ അന്വേഷിച്ചെന്ന് പറഞ്ഞു. യെസ്, മീറ്റ് മിസ്റ്റർ ഭരത്, ഡയറക്ടർ SIT ന്യൂഡൽഹി. ഹലോ, മിസ് മീന നമ്പ്യാർ IPS. ഈ കേസ് ഇതുവരെ ഇവരാണ് അന്വേഷിച്ചത്. കേസിന്റെ ബിഗിനിങ്ങിൽ മാഡം കാണിച്ച ശുഷ്കാന്തിയും പ്രോഗ്രസും ഒക്കെ റിമാർക്കബിൾ ആയിരുന്നു. തുടർന്ന് എന്ത് കാരണം കൊണ്ടെന്നറിയില്ല അത് കീപ്പ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ഐ വിൽ നെവർ ബ്ലെയിം യു. അത്ര പോലും എനിക്ക് കഴിയുമെന്നറിയില്ല. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം. ഒരു എയർ കണ്ടീഷൻഡ് ഓഫീസും ലക്ഷറി കംഫർട്ട്സും ഒന്നും ഞാൻ ആവശ്യപ്പെട്ടതല്ല. എനിക്കിതേ കെട്ടിടത്തിന്റെ ഏതെങ്കിലും കോണിച്ചുകൂടാലും മതി, ധാരാളം. പിന്നെ തരാനുള്ള ബാക്കി റെക്കോർഡ്സും ആ കില്ലറുടെ ഫോട്ടോഗ്രാഫ്സും കിട്ടിയാൽ ഞാൻ എന്റെ മലമറിക്കൽ ആരംഭിക്കാം. ഇതെന്താ മലയും കാടും കോണിച്ചൂടും ഒക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സാർ, എനിക്കിത്തിരി ധൃതിയുണ്ട്. എന്ത് പറ്റി പൊതുവാളെ? എന്തിനാ ഈ സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമില്ല സാർ, കുറച്ചു മുമ്പ് ഇവിടെ ഒരു തമാശ നടന്നു, അത്രയേ ഉള്ളൂ. മനുഷ്യനോരോ അബദ്ധം പറ്റുന്നതേ. ആ യൂസ്ലെസ് പൊതുവാളിന് മേഡത്തിന് നോക്കി ആ സമയത്ത് ഒന്ന് സൈറ്റ് അടിച്ചാൽ മതി. അതല്ല, അയാൾ ആരാണെന്ന് മേഡത്തിന് മനസ്സിലാവാൻ വേണ്ടി സൈറ്റ് അടിക്കുന്ന പോലെ. സർ, നമസ്കാരം. നമസ്കാരം. അന്ന് ബ്ലാസ്റ്റിൽ മരിച്ച DVSP ജോൺ സാറല്ലേ, അദ്ദേഹത്തിന്റെ ഭാര്യ മകളുവാ. കേസ് അന്വേഷിക്കാൻ വന്ന പുതിയ സാറാ. വരട്ടെ സാർ. ഓ, സർവീസിലിരിക്കുമ്പോ കൊല്ലപ്പെട്ടത് കൊണ്ട് പകരം ഒരു ജോലി അവർ കിട്ടാൻ സാധ്യതയുണ്ട്. അതിന്റെ എന്തോ കാര്യത്തിനായി വന്നതാ. ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ എന്താണെന്നറിയോ? ഇത് എന്നോട് പറയുന്നതിന് ഭേദം തനിക്ക് പോയി തൂങ്ങി ചത്തൂടേന്ന്. കൂട്ടത്തിൽ മറ്റൊരു ഉപദേശം കൂടി, ഇവിടുത്തെ യൂണിഫോം ഇട്ട ശവങ്ങൾ പോയി ക്ഷൗരപ്പണി ചെയ്യാൻ. മിനിസ്റ്ററുടെ മുമ്പിൽ ഞാൻ ഉരുകയായിരുന്നു. തീരെ പ്രതീക്ഷിക്കാൻ ഒരക്ഷരം വേണ്ടി പോലും ഇല്ലാത്ത നാണക്കേട് ഉണ്ടാക്കി വെച്ചിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും. സോറി മിസ്റ്റർ ഭരത്.
ഇതല്ലാതെ മറ്റൊരു വാക്കും പറയാൻ എനിക്ക് കിട്ടുന്നില്ല. ഡോണ്ട് ബി സോ നെർവസ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഐ ഹാവ് സീൻ വേർസ്റ്റ് ഇൻ ഡൽഹി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ബിക്കോസ് ഐ ആം ദി അഫക്റ്റഡ് പേഴ്സൺ. ഭരത്തിനറിയാമോ, സ്വയം കുറ്റം സമ്മതിച്ചാൽ പോലും ഒരു നിയമത്തിനും ശിക്ഷിക്കാൻ കഴിയാത്ത കുറ്റവാളിയാണ് ഞാൻ. ഇനി എനിക്കിത് വയ്യ. ഫോഴ്സിലെ ഏറ്റവും സമർത്ഥനായ ഓഫീസറായിരുന്നു DYSP ജോൺ, മൈ മോസ്റ്റ് ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. അവന് ഞാൻ കുരുതി കൊടുത്തു. അവസാന നിമിഷം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് അവൻ സ്റ്റേജിൽ CM-നോടൊപ്പം ഉണ്ടായത്. ആൻഡ് ദ റിസൾട്ട് ഹീസ് നോ മോർ. ഇപ്പോൾ ഈ അന്വേഷണ കാര്യത്തിൽ പല പേരുകളും ചർച്ചയിൽ വന്നപ്പോൾ നിങ്ങൾ തന്നെ വേണമെന്ന് നിർബന്ധിച്ചതും ഞാനാണ്. ചോരയും മാംസകഷ്ണങ്ങളും കബന്ധങ്ങളും കണ്ടു മടുത്തു. ഇനി ഒരു കുരുതി കൂടി വയ്യ. ദിസ് ഈസ് മൈ സിൻസിയർ റിക്വസ്റ്റ്. ദയവായി നിങ്ങൾ മടങ്ങിപ്പോണം. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഞാൻ കണ്ടുപിടിച്ചോളാം. പ്ലീസ്. I'm sorry, sir, that I did never expect such words from you, the most belligerent officer of the police hierarchy of the state. അസാമാന്യമായ ധൈര്യത്തിനും തന്റെ ഇടത്തിനും പേരുകെട്ട കേരള പോലീസിന് എന്ത് പറ്റി? ഗ്രിപ്പിംഗ് ഫിയർ, ശത്രുവിനെ കുറിച്ചുള്ള അകാരണമായ പേടി, അല്ലേ? ഇതിലും തീവ്രമായ പരീക്ഷണങ്ങളിൽ പോലും പാറ പോലെ ഉറച്ചു നിൽക്കേണ്ട നിങ്ങൾ ആലിലെ പോലെ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഐ ഫീൽ പിറ്റി ആൻഡ് ഐ വോണ്ട് ഹെസിറ്റേറ്റ് ടു സേ ദാറ്റ്. ഇവിടെ പലർക്കും ഇതൊരു ശാപമായിരിക്കാം, പക്ഷേ എനിക്കിതൊരു അനുഗ്രഹമാണ്. യെസ്, ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഇൻ ഡിസ്ഗൈസ്. എ വാർണിംഗ് ആൻഡ് എ ടിപ്പ്. എന്റെ കാർ ഈ കോമ്പൗണ്ടിനകത്ത് കയറി 23 മിനിറ്റിനകം അത് അറിയേണ്ടവർ അറിഞ്ഞു കഴിഞ്ഞു. പട്ടാപ്പകൽ പോലീസിന്റെ ഈ സർവാധികാര സ്ഥാനത്ത് ആ കാറിനകത്ത് അവർക്ക് ബോംബ് പ്ലാൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ മൾട്ടി സ്റ്റോറി ബിൽഡിംഗിൽ അവർക്ക് ഫീലേഴ്സ് ഉണ്ട്, മിത്രങ്ങളുണ്ട്. കൂടാതെ എനിമി സോ നിയർ, കയ്യെത്തും ദൂരത്ത് തന്നെ അവനുണ്ടായിരിക്കും. ദിസ് പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ് ടു മീ. നിങ്ങൾക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ പോലൊരു പകരക്കാരന്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല. Now, leave the headache to me and feel relaxed. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? മണി 1 കഴിഞ്ഞു. കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു. അച്ഛൻ കിടക്കണില്ലേ? കിടന്നു, ഉറക്കം വരണില്ല. ഈയിടെയായിട്ട് ഉറക്കം കുറവാ. കണ്ണാ, വയസ്സ് 70 കഴിഞ്ഞു. പുറമേ കാണുന്ന ധൈര്യമൊന്നും ഉള്ളിലില്ല. ഞാൻ ചില ദുർനിമിത്തങ്ങളൊക്കെ കണ്ടു. ഇപ്പൊ നടന്ന ഈ സംഭവം കൂടെ കേട്ടപ്പോ ആണും പെണ്ണുമായിട്ട് ആകെ ഒന്നേ ഉള്ളൂ. അത് ഒരുപാട് പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്തുണ്ടായത്. ആപത്തും അപകടങ്ങളൊക്കെ ആർക്കാ സംഭവിക്കാത്തത്? പല അപകടങ്ങളിൽ നിന്ന് അച്ഛൻ രക്ഷപ്പെട്ട കഥ അച്ഛൻ തന്നെയാണ് പറഞ്ഞിട്ടില്ലേ? അതൊന്നും എന്റെ സാമർഥ്യം കൊണ്ടല്ല, ഒക്കെ ആ ശിവപുരത്തപ്പന്റെ കാരുണ്യം. അല്ലാണ്ടെന്താ? അങ്ങനെ ഒരു അച്ഛന്റെ അനുഗ്രഹം മകനുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും ഈ മകനും രക്ഷപ്പെടില്ലേ? മോട്ടീവ് കോൺസ്പിറസി ആക്ട്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തീരെ സാധ്യത കുറഞ്ഞ സംസ്ഥാനമായിരുന്നു കേരളം. പക്ഷേ ഇവിടെയും അത് സംഭവിച്ചിരിക്കുന്നു. That was a premeditated brutal assassination. മറ്റേത് കൊലപാതകങ്ങളും പോലെ ഇതിനും ആ 3 കാരണങ്ങൾ ആവശ്യമാണ്. മോട്ടീവ് ലക്ഷ്യം, കോൺസ്പിറസി ഗൂഢാലോചന, ആക്ട് കൃത്യം, which together manifests into the ultimate crime. ഇതിൽ കൃത്യത്തെക്കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. ആ കില്ലർ വുമന്റെ ഫോട്ടോഗ്രാഫ്സ്, ബ്ലാസ്റ്റ് റിമോട്ട് കൺട്രോൾ ഒരു ക്യാമറ വഴിയാണ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് ചില സൂചനകൾ, ആൻഡ് സംതിങ് ലൈക്ക് ദാറ്റ്. എന്താ ഫോട്ടോഗ്രാഫ്സ് കിട്ടിയോ? പബ്ലിക് റിലേഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു സാർ. സ്റ്റേറ്റ് ആകെ CM പങ്കെടുത്ത എല്ലാ മീറ്റിംഗിന്റെയും. അയ്യോ, അതല്ല മിസ്റ്റർ പൊതുവാൾ, ആ കില്ലർ വുമന്റെ അത് കിട്ടിയോ? ഇല്ല സാർ, ഞാൻ ഇന്നും ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോൾ അന്വേഷിച്ചു. ഫോട്ടോസ് എല്ലാം കോർട്ടിലാണ്. കിട്ടിയാൽ ഉടൻ ഏൽപ്പിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതുപോലുള്ള എക്സ്ക്യൂസുകൾ കുറെ ആയല്ലോ കേൾക്കുന്നു. നോ, ദിസ് ഈസ് സംതിങ് which I cannot tolerate. ഇന്ന് തന്നെ ഒന്നുകൂടി പാസ് സാർ. ഇതുപോലൊരു നേതാവ് അതിദാരുണമായി കൊല്ലപ്പെടണമെങ്കിൽ
ശക്തമായ കാരണം വേണം. അതുപോലെ ശത്രു പ്രബലനായിരിക്കണം. അത്യാവശ്യം ബ്യൂറോക്രസിയെയും പോലീസിനെയും ഒരുപോലെ സ്വാധീനിക്കാൻ ശക്തിയുള്ളവനായിരിക്കണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നമുക്ക് തർക്കിക്കാം, തല്ലുവരെ പിടിക്കാം. പക്ഷേ റിസൾട്ട് കിട്ടണം, അത് നിർബന്ധം. സർ, പോലീസ് തന്ന റെക്കോർഡ്സിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാർട്ടി തന്നെ ബൈ ഇലക്ഷനിൽ മിസ്റ്റർ മാധവനെ തോൽപ്പിക്കാൻ തീരുമാനിച്ച കാര്യം. കൂടാതെ ന്യൂട്രൽ വോട്ടുകൾ എന്ത് വില കൊടുത്തും വാങ്ങാൻ തയ്യാറായിരുന്നതായും റിപ്പോർട്ടുണ്ട്. മാധവനെ പോലെ ജനസമ്മതിയുള്ള ഒരു നേതാവിനെ പാർട്ടി തന്നെ തോൽപ്പിക്കാൻ തീരുമാനിക്കുക, അതും ഒരു ബൈ ഇലക്ഷൻ. എന്താ അതിന് കാരണം? ന്യൂട്രൽ വോട്ടുകൾ വിലയ്ക്ക് വാങ്ങാനുള്ള പണം എവിടുന്ന്? ഒരിക്കലും പാർട്ടി ഫണ്ട് ആവാൻ വഴിയില്ല. അപ്പോൾ ആരാണ് അതിന് പണം മുടക്കാൻ തയ്യാറായത്? ആ ഫൈനാൻഷ്യർക്ക് എന്താണ് മാധവനോട് ശത്രുത? ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടിയാൽ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം വ്യക്തമാകും, കാരണക്കാരും വ്യക്തമാകും. There ends the first part of our investigation. സംഗതി പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞു അല്ലേ? But how? മേൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ നിന്ന് ലഭിക്കും? Anyway, for a beginning, we'll start with the party leaders. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിച്ചു. കള്ളം, ആരോ കെട്ടിച്ചമച്ച പച്ചക്കള്ളം. നിങ്ങൾക്കറിയോ, പാർട്ടിയുടെ ജീവനാടിയായിരുന്നു മാധവൻ. എന്തെങ്കിലും കാരണം പറഞ്ഞ് പാർട്ടിക്ക് മാധവന്റെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു റെസിഗ്നേഷൻ ആവശ്യപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ 5 മിനിറ്റ്, അതിനപ്പുറം വേണ്ടി വരില്ല. ഞങ്ങളുടെ പാർട്ടി ഡിസിപ്ലിൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഒരടിസ്ഥാനവും ഇല്ലാതെ ഇന്റലിജൻസിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാവില്ലല്ലോ. അത് ഇന്റലിജൻസുകാരോട് ചോദിക്കേണ്ട ചോദ്യമാണ് മിസ്റ്റർ. ഇരിക്കുന്ന കൊമ്പ് വെട്ടിക്കളയെ മാത്രം വിട്ടികളല്ല ഞങ്ങൾ. അന്ന് നടന്നത് ടെററിസ്റ്റ് ആക്ട് ആണ്. ടെററിസ്റ്റ് ആക്ട്. അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലും ഇല്ലാതെ രാജ്യത്ത് ഏത് ക്രൂരകൃത്യങ്ങൾ നടന്നാലും അതിന്റെയൊക്കെ ഭാരം രാഷ്ട്രീയക്കാരുടെ ചുമലിൽ വെക്കാനുള്ള നിങ്ങളുടെ ഈ പ്രവണതയുണ്ടല്ലോ, അത് നീചമാണ്, ക്രൂരമാണ്, തോന്നും. സ്ഫോടനത്തെക്കുറിച്ചോ അതിൽ നിങ്ങൾക്കുള്ള പങ്കിനെ കുറിച്ചോ നിങ്ങളോട് ആരും ഇവിടെ ചോദിച്ചില്ല. ഇലക്ഷനിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നോ? ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. നേതാവ് എന്തിനാ എഴുതാപ്പുറം വായിച്ചത്? ഉള്ളിൽ ഭയമുള്ളത് കൊണ്ടോ അതോ കുറ്റബോധം? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അതൊരു ടെററിസ്റ്റ് ആക്ട് ആണെന്ന്? പറയണേ മിസ്റ്റർ. നേതാവേ, ഇവരാള് വേറെയാ, ഞങ്ങളെ പോലെയല്ല. ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം കിട്ടാതെ വിടില്ല. കിടന്ന് ചെലമ്പേണ്ട പൊതുവാളെ. ഇത് കഴിഞ്ഞ് ഇവരൊക്കെ ഡൽഹിക്ക് പോകും. പഴയ യൂണിഫോം ഇട്ടോടെ നടക്കേണ്ടവനാ. അറിയാലോ ഞങ്ങൾ ശരിക്കും. കണ്ണുരുട്ടിയാൽ ഭയപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇനി അത് ചെലവാകില്ല. ഇവരുടെ കൂടെ കൂടിയെ പറ്റിയല്ലേ പോലീസിന്റെ വില ഞാൻ അറിയുന്നത്. ഇനി ആ പരിപ്പ് വേവില്ല നേതാവേ. വരട്ടെ, ചുരുണ്ടൂടി കിടക്കുന്ന ഉശരൊക്കെ പുറത്ത് വരട്ടെ. ശബ്ബാഷ്. ആ, ഓർക്കാപ്പുറത്തെ ചില ചോദ്യങ്ങൾ മർമ്മത്ത് കൊള്ളുമ്പോ ആർക്കായാലും ഉത്തരം കിട്ടും. തെളിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും. അപ്പോ ഈ ഛർദ്ദിച്ചു വെച്ചതൊക്കെ നേതാവിനെ തിരിച്ചെടുക്കേണ്ടി വരും.